ബർജീൽ ജിയോജിത് ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് പ്രവാസികളായിട്ടുള്ള നാം പ്രവാസ ജീവിതം ആരംഭിച്ചത് നമ്മുടെ കുടുംബത്തിനും നമുക്കും ഒരു നല്ല ജീവിതം ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയും അത് നമുക്കുണ്ടായിട്ടുണ്ടെന്ന് പലരും സാക്ഷ്യം വഹിക്കുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ നമ്മൾ തിരിച്ചു പോകൽ അനിവാര്യമാണ്. നമുക്കൊരു തിരിച്ചുപോക്കുണ്ടായിരിക്കും. അങ്ങനെ ഒരു തിരിച്ചുപോക്കുണ്ടായാൽ ഇന്ന് നമ്മുടെ കുടുംബം ജീവിക്കുന്നത് പോലുള്ളൊരു ജീവിതം നമുക്ക് തുടരണമെങ്കിൽ നമ്മൾ ഇവിടെ ജീവിക്കുന്ന കാലത്ത് നമ്മളുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ വരുമാനത്തിൽ നിന്ന് സമ്പാദിക്കുകയും ആ സമ്പാദ്യം കൃത്യമായി നിക്ഷേപമാക്കി മാറ്റുകയും ചെയ്യേണ്ട ആവശ്യകത നമ്മൾ ഊന്നിപ്പറഞ്ഞിരുന്നു. 2ാമത്തെ എപ്പിസോഡിൽ നമ്മൾ തുടങ്ങി വെച്ചത് സമ്പാദ്യം എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, അതെങ്ങനെ സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കേൾക്കാത്ത പലർക്കും വേണ്ടി ഞാൻ ഒരു സൂചന നൽകുകയാണ്. എല്ലാവർക്കും സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സമ്പാദിക്കുവാൻ സാധിക്കും. സമ്പാദിക്കുന്നത് നമ്മളുടെ ആദ്യം ചെയ്യുന്ന ഒരു ചെലവായിട്ട് നമ്മൾ കാണുക. നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയാണ് നമ്മൾ എല്ലാ ചെലവും ചെയ്യുന്നതെങ്കിൽ സമ്പാദിക്കുക എന്ന് പറയുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി ചെയ്യുന്ന ആദ്യത്തെ ചെലവായി നമ്മൾ കണക്കാക്കുകയും ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആ സംഖ്യ എത്രയാണോ അത് മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മൾ കെട്ടിപ്പടുക്കുക. ആ വിഷയമാണ് കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ വിശദമായി പ്രതിപാദിച്ചത്. ഇനി നമ്മൾ പ്രതിപാദിക്കുവാൻ പോകുന്നത് സമ്പാദിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നാം നേരിടുന്ന പ്രധാന പ്രശ്നം വിവിധ ചെലവുകളാണ്. എന്താണ് നമ്മുടെ ചെലവുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് അവരുടേതായ ചെലവുകൾ ഗൾഫിലുണ്ട്. അതിനും പുറമെ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന നാട്ടിലുള്ളവരുടെ ചെലവുകൾ വേറെയുമുണ്ട്. പ്രവാസികളുടെ നമ്മുടെ ചെലവുകൾ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടായേക്കാവുന്ന പ്രധാന ചെലവ് ഒന്ന് നമ്മുടെ കുടുംബമായി ബന്ധപ്പെടുവാൻ വേണ്ടി ഉള്ള ടെലിഫോൺ കോളുകളാണ്. പലരും ടെലിഫോണിന് വേണ്ടി വളരെ അധികം പണം ചെലവാക്കുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ നാട്ടിലേക്ക് ടെലിഫോൺ ചെയ്യാറുള്ളത് നമ്മുടെ കുടുംബം ബിസിയായിരിക്കുന്ന സമയത്തായിരിക്കും. അവരുടെ പ്രധാന ബിസി വൈകിട്ട് നമുക്ക് ബിസി അല്ലാത്ത സമയത്ത് പല ചാനലുകളിൽ വരുന്ന പല പ്രോഗ്രാമുകൾ കാണുന്ന സമയമായിരിക്കും. ആ സമയത്ത് നമ്മൾ വിളിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് അവരുടെ ഒരു ചവിട്ടിൽ കൂടെ കേൾക്കുന്നു, മറ്റേ ചവിട്ടിൽ കൂടെ പോവുകയും അവരുടെ കണ്ണ് സ്ക്രീനിലും ആയിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ആ സന്ദർഭത്തിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം ചോർന്നു പോകുന്നത് പലപ്പോഴും നമ്മൾ വിസ്മരിക്കാറാണ് പതിവ്. അതുകൊണ്ട് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം എന്താണെന്ന് മുൻകൂട്ടി കാണുകയും നമ്മുടെ കുടുംബത്തിന് അത് കേൾക്കാനുള്ള സാഹചര്യവും സമയവും നോക്കി അവരെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുക. അങ്ങനെ കഴിയുന്നത്ര ടെലിഫോണിന് വേണ്ടി ചെലവാക്കുന്ന സംഖ്യ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. 2ാമത്തൊരു കാര്യം, നമ്മൾ ഗൾഫിൽ ജീവിക്കുമ്പോൾ എല്ലാവരും കുറേ കൂടുതൽ ടെൻഷനുണ്ട്, മാനസിക സംഘർഷമുണ്ട് എന്നുള്ളതാണ്. നാട്ടിൽ ജീവിക്കുമ്പോൾ സിഗരറ്റ് വലി ഒരു ദുശീലം എന്ന നിലയ്ക്ക് ഇല്ലാതിരുന്ന പലരും ഗൾഫിൽ വന്നതിന് ശേഷം ആ ദുശീലം ഒരു സ്വഭാവമാക്കിയ ധാരാളം ആളുകളെ നമുക്കിവിടെ കണ്ടെത്തുവാൻ സാധിക്കും. നമ്മൾ സിഗരറ്റ് വലി ഒരു ശീലമാക്കുമ്പോൾ ആ ദുശീലം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പണം കൊടുത്ത് അസുഖത്തെ വിലക്ക് മേടിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ചില ക്യാൻസർ വിദഗ്ധരായിട്ട് ഡോക്ടർമാരുമായി സംസാരിക്കാൻ ഇടവന്നപ്പോൾ അവർ പറഞ്ഞത് ഗൾഫിൽ നിന്ന് വരുന്ന പലർക്കും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ക്യാൻസർ ധാരാളം കണ്ടുവരുന്നുണ്ട്. അതിന് പ്രധാന കാരണം സിഗരറ്റ് വലിയാണ്. അവർ പലപ്പോഴും നാട്ടിൽ വന്ന് ചികിത്സ തുടങ്ങിയാൽ അവർക്ക് ചികിത്സിക്കാൻ വേണ്ട സാമ്പത്തിക ശേഷി പോലും ഇല്ലാത്ത അവസ്ഥ ഈ ഡോക്ടർമാർ കണ്ടിട്ടുണ്ട് എന്നാണ്. എന്നാൽ നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ ആ ഒരു ദുഃഖകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ ചെന്നു ചേരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ ദുശീലത്തിൽ നിന്ന് നമ്മൾ ഇന്നു മുതൽ പിൻവാങ്ങുക, ആ ദുശീലം ഉപേക്ഷിക്കുക. ഇപ്പോൾ നമുക്കൊരവസരം ലഭിച്ചിരിക്കുകയാണ്. എൻ്റെ പരിപാടികൾ കാലങ്ങളായിട്ട് റേഡിയോയിലും മറ്റും കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി സിഗരറ്റ് വലി ഉപേക്ഷിച്ച ഒരു സുഹൃത്ത് ഇന്ന് നമ്മളുമായി സംവദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള മാറ്റം നമ്മുടെ
ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അലി എത്ര കാലമായി എൻ്റെ പ്രോഗ്രാമുകളൊക്കെ കേട്ടു തുടങ്ങിയിട്ട്? ഞാനിവിടെ എത്തിയിട്ട് 1999 ഇവിടെ എത്തിയതാ. ഓക്കെ. അതിനുശേഷം ഞാന് ഡ്രൈവറായിട്ട് ജോലി ചെയ്യണ പറഞ്ഞാല് 2001 മുതലാണ് ഇത് തുടങ്ങിയത്. അന്ന് മുതൽ തന്നെ കേട്ടു തുടങ്ങിയിട്ടുണ്ടോ? അന്ന് മുതല് കേട്ടു. അന്ന് നമ്മളെ എന്താണ് സെൻസസ് ഇതുണ്ടല്ലോ, നമ്മുടെ മാർക്കറ്റ് റേറ്റ് 3000 ചില്ലായിരുന്നു. അതെ അതെ, അന്ന് ശരിയാണ്. തൊട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഓരോ കാര്യങ്ങള് അതെ തുടങ്ങുന്ന സമയത്ത് ഇൻഡെക്സ് ലോവസ്റ്റ് ഓഫ് ദ ഇയർ ആയിരുന്നു. അതായത് 2800 ഇൻഡെക്സ് ഉള്ള സമയത്താണ് ഞങ്ങള് ബർജയിൽ തുടങ്ങിയത്. അതെ, അന്ന് മുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് താങ്കളുടെ സ്വഭാവത്തിലൊക്കെ വളരെ മാറ്റം വന്നു എന്ന് പറഞ്ഞു. പല ദുശ്ശീലങ്ങളും. ഞാന് സ്വഭാവത്തില് മാറ്റം വന്നതാണ്. ഞാന് സാറ് പ്രോഗ്രാം കേട്ട് തുടങ്ങിയതിന് ശേഷം ഞാനിപ്പോ ഈ നോമ്പ് തുടങ്ങിയല്ലോ. അതെ അതെ. അതില് സാറ് ഒരു പ്രോഗ്രാമില് ഒരു ഖത്തറിലോ സൗദിയിലോ ഉള്ള ഒരു വ്യക്തി ഇതേമാതിരി എന്താണ് സിഗരറ്റ് വലി നിർത്തിയെന്ന് നിങ്ങളെ ഉപദേശം കൊടുത്തുകൊണ്ട് നിർത്തിയെന്ന് ഞാൻ കേട്ടു. അതെ അതെ, അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടു. അതെ, അന്ന് ആ പ്രോഗ്രാം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ശേഷമാണ് ഞാൻ തീരുമാനം എടുത്തത് എന്റെ ഈ ദുശ്ശീലുള്ള ഈ സിഗരറ്റ് വലി ഞാൻ നിർത്തണം. ഓക്കെ. അങ്ങനെ ഏതായാലും ഒരു നല്ലൊരു ഓപ്പണിംഗ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മള് നോമ്പ് തുടങ്ങണ 1-ാം തീയതി, ഓഗസ്റ്റ് 1-ാം തീയതി. അന്ന് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. വെരി ഗുഡ്. ഇന്ന് വരെ അതിന് പിന്നെ വേറൊരു ഇതുണ്ട്. അതില് ഞാൻ ഓരോ ദിവസം 5 ദിർഹംസ് വെച്ചിട്ട് വൈകിട്ട് ഞാൻ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്റെ വണ്ടിയിലൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ 5 ദിർഹംസ് ഞാൻ ഇട്ടിട്ടേ പോവുള്ളൂ. ഓക്കെ. പക്ഷെ ആ ബോക്സ് വണ്ടിയിൽ വെക്കരുത് കേട്ടോ, വീട്ടിൽ വെക്കുക. വീട്ടിൽ വെച്ച് അതെന്താ പറയാൻ കാരണം എന്നറിയോ? സിഗരറ്റ് വലി ഉണ്ടാവണത്. അതല്ല, എന്താ അത് പറയാൻ കാരണം എന്നറിയോ? വണ്ടിയുടെ ഗ്ലാസ് കുത്തി തുറന്ന് പൈസ ഒക്കെ മോഷ്ടിക്കുന്ന പല സംഭവങ്ങളും കേൾക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഓക്കെ, അത് അങ്ങനെയുള്ള സേഫ് ആണ്, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ എന്തായാലും അങ്ങനെ 5 ദിർഹംസ് ഞാൻ സേവ് ചെയ്യുന്നു. ഇന്നിപ്പോ 71-ാമത്തെ ദിവസമാണ് ഞാൻ സിഗരറ്റ് വലി കരുതിയത്. അപ്പൊ 355 ദിർഹംസ് സേവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്താ താങ്കൾ ചെയ്യേണ്ടത്? അലി എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? 500 ദിർഹം ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിൽ പോയിട്ട് എൻ്റെ സിഗരറ്റ് ഉപേക്ഷിച്ചതിൽ ലാഭം കിട്ടിയിട്ടുള്ള സംഖ്യയാണ്, ഇതുകൊണ്ടൊരു നിക്ഷേപം തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. 500 ദിർഹം ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിൽ ചെയ്യുക, അബുദാബിയിലെ ഞങ്ങളുടെ ഓഫീസിൽ ചെല്ലുക, അവിടെ പോയിട്ട് അങ്ങനെ ഒരു കാര്യം തുടങ്ങുക, ഒരു നിക്ഷേപം തുടങ്ങുക. അങ്ങനെ ഒരു 10 വർഷം താങ്കൾ അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും, താങ്കൾക്ക് പ്രതിമാസം 5000 ഉറുപ്പിക ഇതുകൊണ്ട് ഇൻകം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് താങ്കൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ 2 നേട്ടമാണ് ഉണ്ടാവുന്നത്. ഒന്ന്, പണം കൊടുത്ത് അസുഖം വാങ്ങിക്കലാണ് സിഗരറ്റ് വലി. അത് ഉപേക്ഷിച്ചു അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. അതെ. അപ്പൊ അതുകൊണ്ട് അസുഖം പണം കൊടുത്ത് വാങ്ങിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനും സാധിച്ചു. താങ്കൾക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടൊരു സംഖ്യ നിക്ഷേപമാക്കി മാറ്റാനും സാധിച്ചു. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന കാലത്ത് ഒരു റെഗുലർ ഇൻകം ഇതിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. ഇതിവിടെ ഇന്ന് അലിയെ ഇവിടെ വിളിച്ച് ഈ വിഷയം സംസാരിപ്പിക്കാൻ കാരണം പലരും സിഗരറ്റ് വലിക്കുന്നവരാണ്. അങ്ങനെ സിഗരറ്റ് വലി എന്ന ദുശ്ശീലമുള്ളവർക്ക് 90% ആൾക്കാർ എന്റെ കാഴ്ചയില് അതെ 90% ആൾക്കാരും സിഗരറ്റ് വെറുതെ ഒന്നുമില്ല, നമുക്ക് വേണ്ടാത്തൊരു സംഭവമാണത്. അതെ അതെ. അത് നമ്മളായിട്ട് നമ്മള് ഇപ്പൊ എന്റെ ഈ സേവിങ്ങിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ പൈസ കാണുമ്പോഴേക്കും എനിക്ക് ഞാൻ അതിൽ പോവാതിരിക്കാനുള്ള ഒരു ഇതും കൂടെയാണ്. അതെ അതെ. അപ്പൊ എന്തായാലും അലി ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഈ 5 ദിർഹം മാത്രമല്ല, അല്ലാതെ തന്നെ താങ്കൾ ഇത്രയും കാലം കേൾക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് മറ്റ് പല തരത്തിലുള്ള നിക്ഷേപങ്ങളും ഇതോടൊപ്പം തുടരാൻ താങ്കൾക്ക് സാധിക്കണം. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു.